എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1991 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ വിഷയം സാമ്പത്തിക അവലോകനവും കേരള ബഡ്ജറ്റ് 2026-27 ഹോമിയോപ്പതി മേഖല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ മെഡിക്കൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ ബഡ്ജറ്റ് എന്ത് പ്രാധാന്യം, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാലം മാറി കഥ മാറി എന്നുള്ളതാണ്. ഇപ്പൊ സാമ്പത്തികമായുള്ള ഘടകങ്ങളാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഇനി ആവശ്യമുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് സെൻസിറ്റീവ് ആകണം. ഒരു സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം കൂടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട 3 സംഘടനകളും വ്യക്തികളെയും കൂടെ ഞാൻ ക്ഷണിച്ചിരുന്നു, ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഒന്ന് നമുക്കെല്ലാവരും പരിചിതരായ ശ്രീ പരീത് ബാവഖാൻ സാറാണ്. അദ്ദേഹം മുൻ ജോയിന്റ് കമ്മീഷണറും ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കേരള. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ധാരാളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. ഗുജറാത്തിൽ ഇതിന് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ മനസ്സിലാക്കാവുന്നത് താമസിയാതെ കേരളത്തിൽ അത് വരും, അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുമ്പോൾ. അപ്പൊ അത്ര പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് പരീത് ബാവഖാൻ സാർ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തയാള് ഡോക്ടർ രജീവ് കുമാർ, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ രജീവ് കുമാറാണ്. അദ്ദേഹം ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി പള്ളിക്കൽ പത്തനംതിട്ട ജില്ലയിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇത് കൂടാതെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ക്വാളിറ്റി അഷുറൻസ് ഹോമിയോപ്പതി വകുപ്പ് കേരള സർക്കാർ, നാഷണൽ NABH NQAS നാഷണൽ അസിസ്റ്റർ. കേരളത്തിൽ 2 പേരേ ഉള്ളൂ, ഡോക്ടർ സീമാ മുരളിയും ഡോക്ടർ രജീവ് കുമാറും. അത്ര പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ രജീവ് കുമാർ. ഈ 2 പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഡോക്ടർ രജീവ് കുമാർ, അങ്ങേക്ക് തുടങ്ങാം. നമസ്കാരം സാർ, കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം. ബഹുമാനപ്പെട്ട പരീത് ബാവഖാൻ സാർ, ബഹുമാനപ്പെട്ട മനോജ് സാർ, നമുക്ക് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് തോന്നിയേക്കും ഇതൊരു ഓഫ് റോഡ് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഓഫ് ദ ഷെൽഫ് ടോപ്പിക് ആണെന്ന് തോന്നിയേക്കും. കാരണം മുഖ്യധാര ടോപ്പിക്കിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇന്ന് സാമ്പത്തിക അവലോകനം ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സാർ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പൊ ശരിക്കും നമ്മള് വളരെയധികം പ്രതീക്ഷയോടും വളരെയധികം വിശ്വാസങ്ങളോടും കൂടിയാണ് ഓരോ ബഡ്ജറ്റിനെയും നോക്കിക്കാണുന്നത്. അത് കേന്ദ്ര ബഡ്ജറ്റ് ആയിക്കൊള്ളട്ടെ, സംസ്ഥാന ബഡ്ജറ്റ് ആയിക്കൊള്ളട്ടെ, ഇനി ഒന്നുമില്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള പദ്ധതി രൂപീകരണങ്ങളാണ്. അപ്പൊ ഓരോയിടത്തും നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ബഡ്ജറ്റിനെ ഒരു പൗരൻ നോക്കിക്കാണുന്ന അതേ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണെങ്കിലും എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം ഇത് തന്നെയായിരിക്കും: നമുക്ക് എന്ത് കിട്ടും? അപ്പം നമ്മളും ആ ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കും. ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ആ കിട്ടിയതിൽ എത്രമാത്രം കൃത്യമായി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനിലും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിത് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ ലോകത്തിന്റെ ഭൂപടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലുണ്ട്. അത് ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിക്കൊള്ളട്ടെ, ഹോമിയോപ്പതിക്ക് ആയിക്കൊള്ളട്ടെ, നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസൻസ്, ഒരു വിസിബിലിറ്റി നമ്മുടെ സിസ്റ്റംസിനുണ്ട്, പ്രത്യേകിച്ചും ഹോമിയോപ്പതിക്കുണ്ട്. കാരണം നമ്മൾ ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തു നിന്നും ഏതെങ്കിലും രീതിയിൽ ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ ഉണ്ട്. ഈ വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഡേറ്റ ലഭ്യമല്ല എന്നാണ്. അതിന്റെ അർത്ഥം അവിടെ ഹോമിയോപ്പതി അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിനോ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നല്ല, ഇൻഫർമേഷൻ അവൈലബിൾ. അപ്പം അവിടെയും ഏതെങ്കിലും തരത്തിൽ അൺഡോക്യുമെന്റഡ് ആയിട്ട് സിസ്റ്റംസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് പരിഗണിച്ചാൽ ഏതാണ്ട് ഒരു 99% വിസിബിലിറ്റി ഉള്ളതാണ് നമ്മുടെ സിസ്റ്റംസ് എന്ന് പറയാം. കഴിഞ്ഞ ഒരു 70 വർഷത്തെ കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിന്റെ ഒരു വികസന ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വലിയൊരു വികസന കുതിപ്പ് കേരളം കൈവരിച്ചിട്ടുണ്ട്. നമ്മൾ
പലപ്പോഴും പറയാറുള്ള കേരള മാതൃക അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് ഇത്രയധികം ആഗോളതലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ സുസ്ഥിരമായ ഒരു വികസനം, അതായത് നമ്മൾ പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കാതെ, തീർച്ചയായും പരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പല പദ്ധതികൾക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നടപ്പിലാക്കാൻ പോകുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതായ പദ്ധതികൾക്കും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വികസനത്തിനെ മുന്നിൽ നിർത്തിയാണ് അത്തരം കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ 1956 കേരളം പിറവി കൊണ്ടതിന് ശേഷമുള്ള ഈ ഒരു 70 വർഷത്തെ നമ്മൾ കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ, ശരിക്കും 1956 കേരള പിറവി ഉണ്ടായെങ്കിലും ആദ്യമായ ഒരു സാമ്പത്തിക അവലോകനം വരുന്നത് 1959 നമ്മുടെ ഫസ്റ്റ് എക്കണോമിക് റിവ്യൂ എന്ന് പറയാവുന്ന 1959. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ ബഡ്ജറ്റിനും തൊട്ട് മുന്നെയാണ് അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ സാമ്പത്തിക അവലോകനം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഏറ്റവും ഒടുവിൽ 2026 ഇപ്പൊ അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റിന് തൊട്ട് മുന്നോടിയായിട്ട്, സാധാരണ അതിന്റെ തലേ ദിവസമായിരിക്കും അത് പബ്ലിഷ് ചെയ്യുന്നത്, 2025 സാമ്പത്തിക അവലോകനം പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രീതിയിലാണ് ബഡ്ജറ്റിൽ അനുവദിച്ച തുക കൃത്യമായിട്ട് ഉപയോഗിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, കേരളം വളരെയധികം പ്രതിസന്ധികളിലൂടെ നേരിട്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട്, അല്ലെങ്കിൽ ഈ കുറച്ച് കാലവർഷം നമുക്കറിയാം. പ്രളയം നമുക്ക് വലിയൊരു ത്രെറ്റായി, അതുപോലെ തന്നെ ഒരു ചലഞ്ചായി എന്ന് പറയാം. അതുപോലെ തന്നെ പാൻഡമിക് ലോകം എങ്ങും വന്നതുപോലെ കേരളത്തിലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഇവിടെയൊക്കെ നമ്മളെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ചു കയറ്റാൻ സഹായിച്ചത് വളരെ വലിയൊരു ഘടകം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനവും സുസ്ഥിരമായ ഒരു പ്രവർത്തനവും വികസന കാഴ്ചപ്പാടും ഒക്കെയാണ്. അപ്പം അത് യൂറോപ്യൻ യൂണിയനും അതുപോലെ വേൾഡ് ബാങ്കും പോലെയുള്ള സ്ഥാപനങ്ങൾ പോലും അത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നടത്തുന്നതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്. എന്തൊക്കെ ഇനി അവിടെ ചെയ്യണം, അത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയപ്പോൾ പോലും അവർ കൃത്യമായിട്ട് എടുത്തു കാണിച്ചത് കേരളത്തിന്റെ ആ ഒരു റെസീലിയൻസ് ആണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കേരളത്തിന്റെ കഴിവ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫണ്ടിങ്ങിലും എല്ലാം അത് ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സാമ്പത്തിക വിശകലനത്തിലേക്ക് പോകുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റിൽ പോലും ഓരോ മേഖലയ്ക്കും കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയെന്ന് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഓരോ ജില്ലയ്ക്കും അവർ കൃത്യമായിട്ട് എമൗണ്ട് ഈ തിരിച്ചു കൊടുത്തിരുന്നു. അത് കോടികളിലാണ് എമൗണ്ട് പറയുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എത്ര കോടി കിട്ടി അല്ലെങ്കിൽ എത്ര കോടി അവര് തരാം എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ കണക്ക്. ആ കണക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം അത് വളരെ അടുത്ത കാലത്ത് നടന്നതല്ലാത്തതുകൊണ്ട്. പക്ഷേ കുറച്ചുകൂടെ വിശാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ വികസനം അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനം അല്ലെങ്കിൽ പൊതുവിൽ ആയുഷിന്റെ വികസനം ഒക്കെ ഈ ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ദിശാബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ആ ദിശാബോധം എങ്ങനെയായിരിക്കണം, നിലവിലെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് നമ്മൾ കറന്റ് സ്റ്റേറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഗ്ദത്ത ഭൂമി, അവിടുത്തെ ആ ഒരു ലക്ഷ്യം, നമ്മുടെ വിഷൻ, അത് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചേരാൻ നമുക്ക് എന്തൊക്കെ മെക്കാനിസംസ് ചെയ്യാം, അതിനുള്ള ഒരു മാതൃക അല്ലെങ്കിൽ അതിനുള്ള ഒരു മോഡൽ എന്താണ് എന്നുള്ളത്, ഇത് എങ്ങനെ നമുക്ക് സുസ്ഥിരമായി കൊണ്ടുപോകാം, സസ്റ്റൈനബിൾ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കൂടുകയും വേണം, ആ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും വേണം. ഇതിന് നമുക്ക് അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനം ഒരു ചേഞ്ച് മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഹോമിയോപ്പതിക്ക് ഉണ്ടായ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സിൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ രീതി എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ വളരെ വ്യത്യസ്തമായ തലങ്ങളുള്ള ചികിത്സയാണെന്ന് മനസ്സിലായി. ജനങ്ങൾ എന്ന് പറയുന്നത് അതേ ക്രോസ് സെക്ഷൻ തന്നെയാണ് പൊളിറ്റീഷ്യൻസ്, അതല്ലെങ്കിൽ ജനപ്രതിനിധികൾ, അതേ ക്രോസ് സെക്ഷൻ തന്നെയാണ് ബ്യൂറോക്രാറ്റ്സ്. അപ്പൊ ഇവരുടെയൊക്കെ ചിന്തയിൽ സ്വാഭാവികമായിട്ടും ഹോമിയോപ്പതിക്ക് ഇത്ര തുക പോരാ, ഇത്ര കൂടെ തുക വേണം എന്നൊക്കെയുള്ള ഒരു ചർച്ച വന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 2012-13 മുതൽ, അതായത് കഴിഞ്ഞ ഒരു 10-12 വർഷത്തോളം ഉള്ള നമ്മൾ കണക്കെടുത്താൽ തന്നെ
പ്രോഗ്രസീവ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം ആ നമ്പറിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചതാണ്. ഇപ്പൊ 2012-13 വെറുതെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു 100 രൂപ നമ്മൾ കണക്കാക്കുന്നു. 100 രൂപയാണ് സർക്കാർ ഹെൽത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ആരോഗ്യത്തിന് മൊത്തമായിട്ട് മാറ്റി വെച്ചെങ്കിൽ 2012-13 ഹോമിയോപ്പതിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഒരു 6 രൂപയാണ് എന്ന് നമുക്ക് പറയാം. ആയുർവേദത്തിനും ബാക്കി ഇതര ഭാരതീയ ചികിത്സാ വകുപ്പിലെ ഇതിനുമായിട്ട് കിട്ടിയത് ഒരു 7 രൂപ, 7.29. അങ്ങനെയാണെങ്കിൽ ഒരു 87 രൂപയോളം അന്ന് പോയിരുന്നത് ഹെൽത്തിനാണ്, അതായത് മോഡേൺ മെഡിസിൻ. അതേസമയം തന്നെ നിങ്ങൾ രോഗികളുടെ പെർസെൻറ്റേജ് ഒന്ന് എടുത്തു നോക്കൂ, അതായത് ചികിത്സിച്ച രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആ 2015-16 നമ്പറാണ് ഞാൻ എടുത്തത്. 15-16 നമുക്ക് കിട്ടിയ തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാം 88 രൂപ 100 രൂപയിൽ നിന്ന് അലോപ്പതിക്കും 8 രൂപയോളം ISM-നും പോയപ്പോൾ നമുക്കൊരു 3.5 രൂപ 4 രൂപ ആ റേഞ്ചിലാണ് കിട്ടിയത് ഹോമിയോപ്പതിക്ക് കിട്ടിയത്. പക്ഷേ അന്നത്തെ പെർസെൻറ്റേജ് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കും. അലോപ്പതി ഓഫ് കോഴ്സ് 92% പേഷ്യൻസിനെ അവര് IP-യിൽ ട്രീറ്റ് ചെയ്തു, കാരണം IP അവരുടെ സ്ട്രെങ്ത് ഏരിയയാണ്. പക്ഷെ OP ഒന്ന് നോക്കി നോക്കൂ, 77% പേഷ്യൻസിനെ അലോപ്പതി നോക്കുകയും ആയുർവേദം ഒരു 10% പേഷ്യൻസിനെ നോക്കുകയും ചെയ്യുമ്പോൾ ഹോമിയോപ്പതിയിൽ OP-യിൽ നമുക്കൊരു 12.5% അത്രയും പേഷ്യൻസിനെ നമ്മൾ നോക്കുന്നു. ഇത് കിട്ടിയ എമൗണ്ടും നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടും ഓഫ് കോഴ്സ് നമുക്കറിയാം. ഒരിക്കലും OP മാത്രമല്ല നമ്മുടെ സർവീസ്, വളരെ വൈഡ് ആയിട്ടുള്ള സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ OP-യുടെ നമ്പറിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കില്ല, അത് ബാക്കി സിസ്റ്റംസിനും അങ്ങനെ തന്നെ പറയാം, കാരണം അവരുടെ സർവീസസ് മൾട്ടി ഡയമെൻഷൻ. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്രൈറ്റീരിയ എന്നുള്ള രീതിയിലാണ് ഞാൻ OP അത് ഈ നമ്മൾ സൃഷ്ടിച്ച കണക്കല്ല, ഇത് വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടിലുള്ള കണക്കാണ്. പക്ഷേ നിരാശാജനകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വലിയ വൻമരങ്ങളുടെ കീഴിൽ നമ്മുടെ കുറ്റിച്ചെടികളായി പലപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് ഔട്ട്ലേ മാറാറുണ്ട്. ഇപ്പൊ നമ്മൾ 2013-14 നോക്കിയാലും 2019-20 നോക്കിയാലും ഈ ഭീമാകാരമായ ചുവപ്പ് വലിയ വൃക്ഷമായിട്ട് നിൽക്കുന്നത് അലോപ്പതിയും, ബാക്കി ആയുർവേദ ISM ആണ്. നമ്മൾ പച്ച കളറിൽ ISM കാണിച്ചിരിക്കുന്നു, ഹോമിയോപ്പതി നീല കളറും കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഫണ്ടിന്റെ വ്യത്യാസം എത്രത്തോളമായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. പക്ഷേ ഏറ്റവും നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഒരു 100 രൂപ ഇപ്പം സർക്കാർ, ഇത് ഞാൻ സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണ് പറയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ പറയുമ്പോൾ ചിലപ്പം ഇതിൽ നിന്ന് എമൗണ്ട് വ്യത്യാസം വരും, കൂടുകയോ കുറയുകയോ ചെയ്യാം. അത് നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം, ഇപ്പൊ അതിനുള്ള സമയം കുറവായതാണ്. അപ്പൊ ഒരു 100 രൂപ സർക്കാർ ആരോഗ്യ മേഖലയിൽ മുടക്കുകയാണ് എന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് ആണ്. അതായത് 1 രൂപ 50 പൈസയാണ് നമുക്ക് കിട്ടുന്ന ഈ ഹോമിയോപ്പതിയിൽ കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹെൽത്ത് സെക്ടറിൽ ഇവിടെ ഹെൽത്ത് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി ഇപ്പം ഹോമിയോപ്പതിക്ക് ഞാൻ ഈ പറഞ്ഞ 1 രൂപ 50 പൈസ കിട്ടുമ്പോൾ ആയുർവേദത്തിന്, അതായത് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിന് ഏതാണ്ട് ഒരു 4 രൂപയാണ് കിട്ടുന്നത്. ബാക്കി ഒരു 94 രൂപ 50 പൈസ അല്ലെങ്കിൽ 95 രൂപ എന്ന് പറയുന്നത് വരുന്ന ഇതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും കിഫ്ബി ഉൾപ്പെടെയുള്ള ഏജൻസി ആണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ് ആണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന് പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് ഹെൽത്ത് സെക്ടറിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എല്ലാ സർക്കാരുകളും മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഒരുപോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ അതിന്റെ ഒരു പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സാന്ദർഭികവശാൽ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, എന്താണ് നമ്മൾ ഈ കിട്ടിയതിൽ നിന്ന് എന്താണ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു OP-യുടെ ഒരു നമ്പറും IP-യുടെ നമ്പറിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് നിലവിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തിലും, അത് വേറൊരു സംസ്ഥാനത്തിനും ഒരുപക്ഷെ അവകാശപ്പെടാൻ പറ്റാത്തതാണ്, എല്ലാ പഞ്ചായത്തിലും, അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും, ബ്ലോക്ക് പഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റികളും ഒഴികെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു സ്ഥാപനമെങ്കിലും നമുക്ക് നിലവിൽ ഉണ്ട്. അപ്പം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റ് പെർമനന്റ് ഡിസ്പെൻസറി മുഖേനയും
അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേനയുള്ള ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷൻ മുഖേനയുള്ള HR സപ്പോർട്ടും അവരുടെ പ്രോജക്റ്റ് ആയിക്കോട്ടെ, ഈ രീതിയിൽ വളരെ നല്ലൊരു വിസിബിലിറ്റി കേരളത്തിനുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലെ ജസ്റ്റ് നമ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആശുപത്രികൾ, നമുക്ക് കിടത്തി ചികിത്സയുള്ള ആശുപത്രികൾ സർക്കാർ മേഖലയിൽ 34 ആശുപത്രികളുണ്ട്. ഡിസ്പെൻസറീസ്, പെർമനന്റ് ഡിസ്പെൻസറീസ് 709, ഒരു 410ഓളം NHM ഡിസ്പെൻസറീസും ഉണ്ട്. രോഗികളെ ചികിത്സിക്കുന്നതിലും ആ രീതിയിലുള്ള നമ്പർ OP-യിലും IP-യിലും കാണുന്നുണ്ട്. ഇനി നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഔട്ട്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ആ രീതിയിൽ പെർസെന്റേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് 2021, 22, 2025, 26 നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിനെ നമ്മളൊരു ക്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു 12 മണി മുതൽ 8 മണി അല്ലെങ്കിൽ ഒരു 8:30 വരെയുള്ള സമയത്തിന്റെ അത്രയും പെർസെന്റേജ് ഫണ്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും മോഡേൺ മെഡിസിനും, ഇതിൽ തന്നെ ഈ ചുവപ്പ് കാണിച്ചിരിക്കുന്നത് ഹെൽത്ത് സർവീസസിനും ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത് ഹെൽത്തിന്റെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനുമാണ്. ഇത്രയും കഴിഞ്ഞിട്ട് ബാക്കി ഫണ്ടാണ് ബാക്കി സിസ്റ്റംസിന്, അതായത് ആയുഷ് സിസ്റ്റംസിന് ഇൻ പർട്ടിക്കുലർ വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക. അതിൽ തന്നെ അവസാനം കാണുന്ന ചെറിയ നീല വരെയാണ്, ചെറിയ ഡാർക്ക് ബ്ലൂ ലൈനാണ് നമുക്ക് ഹോമിയോപ്പതിക്ക് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന ഫണ്ട്. ഇനി നമ്മൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ടുണ്ട്. കാരണം 1 രൂപ, ഇപ്പം ഇത് നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ്. ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 രൂപ സർക്കാർ ബഡ്ജറ്റിൽ വിലയിരുത്തുമ്പോൾ അതിൽ നിന്ന് 8 പൈസ മാത്രമാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന് വേണ്ടി പോകുന്നത്. അതിൽ നിന്ന് ഒരു 7 പൈസ മാത്രമാണ് അതർ എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് പെൻഷൻ, സബ്സിഡി, ഫിനാൻസ് കമ്മീഷൻ, സെൻട്രൽ സെക്ടർ സ്കീം, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, സ്റ്റേറ്റ് ഷെയർ, ഇതെല്ലാം കഴിഞ്ഞിട്ട് 7 പൈസ മാത്രമാണ് അതർ എക്സ്പെൻഡിച്ചർ. ഈ അതർ എക്സ്പെൻഡിച്ചറിൽ പോകുന്നതും സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൽ പോകുന്നതും സെൻട്രൽ സെക്ടർ സ്കീംസിൽ പോകുന്നതും മാത്രമാണ് ഡിവൈഡ് ചെയ്ത് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ ആയിക്കോട്ടെ, നാഷണൽ ആയുഷ് മിഷൻ ആയിക്കോട്ടെ, അതിലേക്ക് വരുന്നതും അതിലെ ഒരു പെർസെന്റേജ് മാത്രമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നേരിട്ടുള്ള ആയുഷ് സ്ഥാപനങ്ങളിൽ. ഏതാണ്ട് സമാനമായ എക്സ്പെൻഡിച്ചർ തന്നെയാണ് കേരളത്തിലും വരുന്നത്. ഇപ്പൊ നമ്മൾ ആഗോളതലത്തിൽ ഉള്ള ഹെൽത്ത് മേഖലയിലുള്ള എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ കേരളത്തിന്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കമ്പയർ ടു അതർ സെക്ടേഴ്സ് സ്വാഭാവികമായിട്ടും കുറവാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർവീസ് മേഖലയാണ്. സർവീസ് മേഖലയിലേക്ക് ഇടുന്ന അത്രയും ഇൻപുട്ട് മറ്റ് വ്യാവസായിക മേഖലകളിലേക്കും മറ്റ് മേഖലകളിലേക്ക് ഇടുന്ന അത്രയും ഇൻപുട്ട് ഒരുപക്ഷെ സർവീസ് മേഖലകളിലേക്ക് ഇടാനുള്ള സർക്കാരിന്റെ ഒരു സ്വാഭാവികമായ സാമ്പത്തിക ബുദ്ധിമുട്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു ഹെൽത്ത് എക്കണോമിക്സ് സ്റ്റാൻഡ് പോയിന്റ് നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറയാണ്, ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 1.5 രൂപ എന്നുള്ളത് നമുക്കൊരു 2 രൂപ, 5 രൂപ, 10 രൂപ, ഒരു 20 രൂപ എങ്കിലും ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു വാഗ്ദത്ത സ്വപ്നം. അതായത് നമ്മൾക്ക് ഒരു 100 രൂപ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഒരു 20 രൂപയെങ്കിലും നമ്മുടെ സെക്ടറിന് വേണ്ടി കിട്ടുക, അത് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന എമൗണ്ട് കൂടുന്നുണ്ട് സ്വാഭാവികമായിട്ട്, യാതൊരു സംശയമില്ല, കിട്ടുന്ന എമൗണ്ട് കൂടുന്നുണ്ട്. പക്ഷെ കമ്പയർഡ് ടു അത് ഡിപ്പാർട്ട്മെന്റ്സ് എത്ര പെർസെന്റേജ് നമ്മൾ നോക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. അതിൽ കൂടെ ഒരു വർധന ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫാക്ടർ, അതായത് എത്ര ചെറിയ ഇൻപുട്ടിൽ നിന്ന് എത്ര വലിയ ഇൻപുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി എന്നത്. വളരെ നമുക്ക് അറിയാം ഹോമിയോപ്പതി എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ആയുഷ് എഫക്റ്റീവ് ആണ് ഇൻ ജനറൽ, ഹോമിയോപ്പതി ഇൻ പർട്ടിക്കുലർ. പക്ഷെ എത്രമാത്രം എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പറയും മറ്റ് ആയുഷ് വൈദ്യശാസ്ത്രങ്ങളെക്കാളും എഫിഷ്യൻസി ഹോമിയോപ്പതി അക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്നുണ്ട്. കാരണം 1 രൂപ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു 30 രൂപയോ 40 രൂപയുടെയോ ഒരു ആ ഒരു ടൈംസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണക്കുകളിൽ നിന്ന് പറയാവുന്നത്. അപ്പോൾ 2025 എക്കണോമിക് റിവ്യൂവിൽ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറയാം. ഈ ഫിഗേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എത്ര ഡിസ്പെൻസറി ഉണ്ടെന്നുള്ളത്. പക്ഷേ അതിൻ്റെ അകത്ത് ഇത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക രേഖയിൽ പബ്ലിഷ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അതായത് നമ്മുടെ നാട്ടില്
ഹോമിയോപ്പതി ഈ നമുക്ക് കിട്ടിയ ഇൻപുട്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എത്രമാത്രം ഔട്ട്പുട്ട് കൊടുക്കുന്നു എന്നുള്ളതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹോംകോ നടത്തുന്ന ഒരു വലിയ ഒരു വിജയഗാഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ളതിനപ്പുറം ഒരു കഴിഞ്ഞ വർഷത്തെ മാത്രം 2024-25 കംപ്ലീറ്റഡ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് പോലും 13 കോടിയാണ്. അപ്പം ഇത് ഹോമിയോപ്പതി എന്ന് പറയുന്ന ചെറിയ മേഖലയിലുള്ള ഒരു വലിയ ആ, വികസന മുന്നേറ്റമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു കാണിക്കാവുന്നതാണ്. ഇപ്പൊ നാളെ ഹോംകോയുടെ അടുത്ത ഫേസിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പം ഈ തരുണത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നവേറ്റീവ് പ്രോജക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സീതാലയം, സദ്ഗമയ, ജനനി, ആയുഷ്മാൻ ഭവ, പാലിയേറ്റീവ് കെയർ, റീച്ച്, ഇതിൽ മെൻഷൻ ചെയ്യാതെ പോയ പുനർജനി, അതുപോലെ നമ്മുടെ ജെറിയാട്രിക് കെയർ, ഇങ്ങനെ എൻഡോക്രൈൻ, ഒത്തിരി പ്രോജക്ട്സും ഇന്നവേറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ഓഫീസും കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയത് സ്വാഭാവികമായിട്ടും സർക്കാർ മേഖലയിലുള്ള പ്രാക്ടീഷണേഴ്സിന് മാത്രമല്ല, തീർച്ചയായിട്ടും പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിനും അത് വലിയൊരു ബൂസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. കാരണം പല പ്രൈവറ്റ് ക്ലിനിക്കുകളും ഈ തരം സ്പെഷ്യാലിറ്റി സെന്റേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അവർ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഹോമിയോപ്പതി മേഖലയിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 വർഷത്തിൽ വന്ന വലിയൊരു വികസന മുന്നേറ്റം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എക്യുപ്ഡ് ആയി എന്നുള്ളതാണ് AHIMS. അതുപോലെ തന്നെ നമുക്കൊരു അക്രഡിറ്റേഷൻ ഫേസിലേക്ക് വരാനും പറ്റി. നമ്മുടെ സ്ഥാപനങ്ങൾ അക്രഡിറ്റേഷനിലേക്ക് പോയി. അപ്പം ഈ പ്രോജക്റ്റിന്റെ OP ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. AHIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് പ്രത്യേകം ഈ റിപ്പോർട്ടിൽ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് വളരെ നവീനമായ ഒരു മാതൃകയായിട്ട് സംസ്ഥാന ആസൂത്രണ വകുപ്പ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മനസ്സിലാക്കുകയും അത് അവർ ആ രീതിയിൽ കൺസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹോമിയോപ്പതി മെഡിക്കൽ എഡ്യൂക്കേഷൻ സെക്ടറിന് വളരെ നല്ല രീതിയിലുള്ള ഒരു സംഭാവന ഈ കഴിഞ്ഞ കാലയളവിൽ നടത്താൻ പറ്റുന്ന റിപ്പോർട്ടിലുണ്ട്. ഇനി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അതായത് ഈ മെഡിക്കൽ കോളേജുകളിലെ കുട്ടികളുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായ ഒരു വസ്തുത മനസ്സിലാവും. ഞാൻ ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് ഗേൾസും അതുപോലെ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് ബോയ്സുമാണ്, അതായത് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ്. അപ്പം സ്ത്രീ ശാക്തീകരണ കാര്യത്തിൽ വളരെ വലിയൊരു കാൽവയ്പാണ് ഹോമിയോപ്പതി നടത്തിയതെന്ന് പറയും. കാരണം മറ്റൊരു സിസ്റ്റത്തിന് അവകാശപ്പെടാം. നിങ്ങൾ നിസ്സാരമായിട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 50% താഴെയാണ്. അതേസമയം ഡെന്റലില് ഇപ്പൊ ഞാൻ ഈ പെർസെന്റേജ് കാണിച്ചിരിക്കുന്ന ബോയ്സിന്റെയാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറയുന്നത്. ഡെന്റലില് ഇപ്പം പെൺകുട്ടികളുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ കൂടുതലാണ്. ഒരു 71% 71 കൃത്യമായിട്ട് പറഞ്ഞാൽ 81. ആയുർവേദത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 80%, നഴ്സിംഗിൽ 90, ആയുർവേദ ഫാർമസിയിൽ 40. പക്ഷെ ഹോമിയോപ്പതിയിൽ നിങ്ങൾ നോക്കൂ, വേറൊരു സിസ്റ്റംസിനും എനിക്ക് തോന്നുന്നു അത് തന്നെ വേറൊരു സിസ്റ്റത്തിനും അത്രയും വലിയൊരു വിസിബിലിറ്റി ഗേൾസിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ വലിയൊരു 91.14% നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിമൻ പവറിനെ നമുക്ക് എത്രമാത്രം എംപവർ ചെയ്ത് നമുക്ക് ഹോമിയോപ്പതിയുടെ ബെനിഫിറ്റിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വരും കാലങ്ങളിൽ ഹോമിയോപ്പതി ഏത് ദിശയിലേക്ക് സഞ്ചരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം കേരള ബഡ്ജറ്റിന്റെ 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പോ ഈ 13ാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് 14ാം പഞ്ചവത്സര പദ്ധതിയും കഴിഞ്ഞ് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ 15ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാർ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിർത്തലാക്കിയെങ്കിലും കേരള സർക്കാർ അത് കൃത്യമായിട്ട് തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു 5 വർഷത്തെ ആസൂത്രണം എന്നുള്ളൊരു ദിശാബോധം കിട്ടാൻ വേണ്ടി തന്നെ അതിൽ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്താത്ത വളരെ വലിയൊരു ബൂം നമുക്ക് കിട്ടിയ ഒരു എക്കണോമിക് ബൂം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നാഷണൽ ആയുഷ് മിഷൻ മുഖേനയുള്ള ഫണ്ടിങ് ആണ്. ഇതിപ്പോ കേരള ബഡ്ജറ്റിന്റെ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാത്തത്. എന്നാലും ഇതിന്റെ അകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പോണന്റ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാഷണൽ ആയുഷ് മിഷൻ എന്നുള്ള ഈ 452ാമത്തെ ഈ ഒരു കമ്പോണന്റിൽ 60% കേന്ദ്ര ഫണ്ട് കിട്ടുമ്പോൾ തന്നെ മാച്ചിങ് ആയിട്ടുള്ള 40%
സ്റ്റേറ്റ് ഷെയർ നമ്മൾ കൊടുക്കുന്നത്. അപ്പം വളരെ നല്ലൊരു രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ആ മേഖലയിൽ നമുക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു 2016 മുതൽ നാഷണൽ ആയുഷ് മിഷൻ ആക്റ്റീവായിട്ട് ഇടപെടൽ നടത്തിയ ഈ കഴിഞ്ഞ 10 വർഷം വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ പുതുതായി അനുവദിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ആ നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകൾ, അത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജും കാലിക്കറ്റ് ഗവൺമെന്റ് കോളേജും ആയിക്കോട്ടെ, അതുപോലെ മറ്റു കോളേജുകൾക്കും ഗ്രാൻഡിനേഡായിട്ടും ഗ്രാൻഡായിട്ടും കിട്ടുന്ന എമൗണ്ടിൽ വളരെ നല്ലൊരു ഡെവലപ്മെന്റ് അവർ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ജനനി പോലെയുള്ള നമ്മുടെ പദ്ധതികളെ പ്രത്യേകം ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാനും കേരള സർക്കാർ ഈ കഴിഞ്ഞ കാലയളവിൽ, കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിലും അതിനും ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ദിശാബോധം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും, കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. ആ ഇത് നമ്മുടെ മേഖലയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനെ നമുക്കൊരു സ്വോക്ക് അനാലിസിസ് എന്ന് പറയാം. നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആയ നമ്മുടെ ശക്തി എന്താണ്, നമ്മുടെ ദൗർബല്യം എന്താണ്, വീക്ക്നെസ് എന്താണ്, അതുപോലെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ അവസരങ്ങൾ എന്താണ്, നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, ഇത് കൃത്യമായി ചർച്ച ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര കുറച്ചുകൂടെ സുഗമമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശരിക്കും ഒരു ഹോമിയോപ്പതി ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോട് കൂടി നമ്മുടെ സംഘടനകളെല്ലാം, അത് വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ളവർ ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്, ഇത്തരം കാര്യങ്ങളിലുള്ള സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള നമ്മുടെ വീക്ക്നെസ്സസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താന്ന്, ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഓപ്പർച്യൂണിറ്റീസ് അല്ലാതെ നമുക്കറിയാം. ഇപ്പം IFPHന്റെ പല പ്ലാറ്റ്ഫോമുകളിൽ നടത്തുന്ന ചർച്ചകളിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. വെറ്റിനറി, അഗ്രോ, അക്വാറ്റിക് ഒക്കെ ഏരിയാസിൽ, ഫാമിംഗ് ഒക്കെ ഏരിയാസിൽ നമുക്ക്, അതർ ഏരിയാസിൽ നമുക്കുള്ള ഹോമിയോപ്പതിക്കുള്ള മേൽക്കൈ എന്താണെന്ന് സ്വാഭാവികമായിട്ടും ധാരാളം ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള ഒരു വിജയപാത എന്ന് പറയുന്നത് തീർച്ചയായും ഒരു എളുപ്പപാതയല്ല. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്ത് നമ്മളൊരു യാത്ര തുടങ്ങേണ്ടി വരും. നമുക്ക് കിട്ടേണ്ടത് ഒരു ഇക്വിറ്റബിൾ മോഡലിൽ നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടി വരും. കാരണം പലപ്പോഴും നമ്മുടെ VM നായർ സാറ് പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ കോട്ട് ചെയ്തിട്ട് ഞാൻ നിർത്താം. നിങ്ങളൊരു ആൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് അയാളെ വളരെ നല്ലൊരു മല്ലനായിട്ട് വളർത്തുന്നു. വേറൊരാൾക്ക് ഒട്ടും ഭക്ഷണം കൊടുക്കാതെ അയാളെ വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ, ശോഷിച്ച അവസ്ഥയിൽ വളർത്തുന്നു. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മല്ലയുദ്ധം നടത്തും, നിങ്ങളിൽ ആരാണ് ജയിക്കട്ടെ എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിങ്ങിന്റെ കാര്യത്തിലും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിന്റെ കാര്യത്തിലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന ഒരു വിരോധാഭാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി കിട്ടുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിച്ച് എങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കാം എന്നുള്ളതാണ് മാനേജ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സമയക്കുറവ് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കാം. നമ്മുടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ കൺസെപ്റ്റിൽ വരേണ്ടത്. നമുക്ക് ആഗോള ആരോഗ്യ മേഖലയിൽ നമ്മുടേതായ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് നടത്താൻ പറ്റും. ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര ആയുഷ് മന്ത്രി പറഞ്ഞത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിൽ ആയുഷിന് കൃത്യമായ ഒരു റോൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് നമ്മുടെ അക്രഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 250 സ്ഥാപനങ്ങൾക്കാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ക്യാഷിന്റെ സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട് 3 സ്ഥാപനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പോലെ, ഇപ്പൊ ഹാനിമാൻ ഓർഗണുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ നമ്മുടെ ചികിത്സാ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമം നടത്തണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നമുക്ക് മുന്നോട്ട് നമ്മളെ നയിക്കാൻ സഹായിക്കുന്ന ഒന്നായിരിക്കും. പേഷ്യൻസിന്റെ ഒരു ഡിലൈറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് അവരുടെ എക്സ്പെക്ടേഷൻ നമുക്ക് സർപ്പാസ് ചെയ്യാൻ പറ്റും. സമയക്കുറവ് കൊണ്ട് നിർത്തുകയാണ്. ഓവർ ടു ദ ഡിസ്കഷൻ. താങ്ക് യു. എന്തായാലും വളരെ മനോഹരമായിട്ട്, പ്രതീക്ഷിക്കുന്ന പതുക്കും മേലായിരുന്നു ഡോക്ടർ രജികുമാറിന്റെ ഒരു പ്രകടനം.
തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് പരീത് ബാബക്കാൻ സാർ. IFPH അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാറിനെ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ എന്ത് പറയുന്നു പരീത് സാർ? ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം ആ, കേൾക്കാം. കേൾക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണി ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. മിസ്റ്റർ ഡോക്ടർ രജികുമാർ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ അതിലൊക്കെ മേലെ പറഞ്ഞു. ഒരു പ്ലാറ്റ്ഫോം അല്ല, അതിൻ്റെ ശരിയായുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്തു, എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അതിന് കേന്ദ്ര ബഡ്ജറ്റിനെ പോലും ടച്ച് ചെയ്തു, വളരെ ഭംഗിയായിട്ട് അതിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ്. അതിൽ ഇനി എനിക്ക് പിന്നെ ശേഷിക്കുന്ന ഭാഗം നമ്മുടെ കയ്യിരിപ്പിൻ്റെ കുറ്റം കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് പിറകോട്ട് പോയത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്കണോമിക് റിവ്യൂ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് അല്ലേ, വളരെ ഒരു ഇംബാലൻസ് വിത്ത് ദീസ് ആയുഷ് അല്ല, നമ്മുടെ ഹോമിയോപ്പതി മാത്രം എടുക്കാം. ഹോമിയോപ്പതിയും അലോപ്പതിയുമായിട്ടുള്ള ആ ഫോക്കസിൽ കാര്യമായ വ്യതിയാനം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫോക്കസ് എക്കണോമിക് റിവ്യൂവിലും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ റൂറലായിട്ട് നമുക്ക് ഉള്ള സാന്നിധ്യം, അതായത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം എല്ലാ പഞ്ചായത്തിലും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ധാരാളം പേഷ്യൻസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും പോലും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞല്ലോ, 2500 കോടി ആണ് ഹെൽത്ത് സെക്ടറിൽ ടോട്ടലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന് അവർ മറ്റു പല സബ് സെക്ടറിൽ പറഞ്ഞ് 650 കോടി 50 കോടി എന്നൊക്കെ പല ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. ഇതിലൊരു കുറ്റക്കാർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം. അതായത് ഞാനൊരു വീഡിയോ ആയിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ തുടക്കം പോലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, മാണി സാറിൻ്റെ മേഖലയിൽ ഞാൻ വീഡിയോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പോലും അന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇത് ഈ ഏരിയയിൽ എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ. അതുപോലെ MLA മാരാണെങ്കിൽ തന്നെ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അവർ പ്രസൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിദഗ്ധ സമിതി തന്നെ അതിൽ ശരിക്കുള്ള സ്റ്റഡി നടത്തണം. നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിൽ, അതായത് നമ്മുടെ ഡിസ്പെൻസറികളിൽ ഇന്നുള്ള എന്താണ് ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസാണ് വേണ്ടത്, രോഗികൾ വന്നാൽ ഇരിക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് തുടങ്ങി ആ ഹോസ്പിറ്റലിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും അവിടെ വേണ്ട മറ്റ് സ്ട്രക്ചർ മാത്രമല്ല ഫങ്ഷണലായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പം മാൻ പവർ പോലും നമുക്ക് വേണ്ടത്ര ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മളൊരു എന്താണ് പറയുന്നത്, ഒരു വിഷനോടുകൂടി ഇതിനെക്കുറിച്ച് കാണുകയും അതിനനുസരിച്ചുള്ള ഒരു പഠനം നടത്തി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ടി വരും. അതുപോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോമിയോ കോളേജുകളിൽ കൂടുതലായിട്ടുള്ളതോ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഡോക്ടർ മനോജും കൂടെ ഈ ശാരദ കൃഷ്ണ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. വളരെ ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു മോഡലായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നതിന് റിസർച്ചിനുള്ള പ്രാധാന്യം എന്താണെന്നും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും ഉള്ളതിൻ്റെ കാര്യത്തൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ പറഞ്ഞു തരികയും അത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നമ്മുടെ മറ്റ് മെഡിക്കൽ കോളേജിലും റിസർച്ചിന് ഒരു പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഈ സിലബസ് പോലും ഒരു വിദഗ്ധ സമിതിയുടെ പഠനത്തിന് വിധേയമാക്കി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ടെക്നോളജിയെ കൂടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ഇതാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വളരെയധികം സാധ്യതയും വളരെയധികം പൊട്ടൻഷ്യലും ഉള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി കേരളത്തിൽ. നമ്മുടെ ആൾക്കാർ ഇത് ഈ IFPH വന്നതോടുകൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളാനും മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തു തന്നെയാണ്. ഗവൺമെൻറ് അത്രമാത്രം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അതോ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുകയാണോ എന്നറിയില്ല. ആ പ്രൊവിഷൻസും ബഡ്ജറ്റും നോക്കുമ്പോഴേ എനിക്കതാണ് തോന്നുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ IFPHൻ്റെയും അതുപോലെ മറ്റ് സംഘടനകളുണ്ടെങ്കിൽ അവരും വിദഗ്ധ സമിതിയെ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എഡ്യൂക്കേഷന്, റിസർച്ച്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ മോഡേൺ
ആയിട്ടുള്ള ടെക്നോളജി എങ്ങനെ ഇതിന് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റ് പോലെ ഒരു പ്രപ്പോസൽ ടോട്ടലായിട്ട് തയ്യാറാക്കി വയ്ക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിക്കാനും ലോബിയിങ് നടത്തണമെങ്കിൽ ലോബിയിങ് നടത്താനും ചെയ്യേണ്ടത്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഉള്ളത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതങ്ങനെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അത് ശരിയായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊരു ഇത് ഉണ്ടാക്കി വെക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ MLA മാരോ അങ്ങനെയുള്ള ആൾക്കാരെ കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ അതിനെ നോക്കിയ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിച്ചെടുത്തോളം. നമ്മൾ സർക്കാരിൻ്റെ തലത്തിൽ ഈ അപ്പ് ഡൗൺ എന്നുള്ള മുകളിലാണ്, അത് മുകളിലെ അതായത് ഡയറക്ടറേറ്റ് സ്ഥലത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളത് മാത്രമുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഒരു ഡിസ്പെൻസറി ആണെങ്കിൽ ഡിസ്പെൻസറി അവിടെ മുതൽ എന്തൊക്കെയാണ് കിടത്തിയിരിക്കേണ്ടതാണ്, അവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് വേണ്ടത്, ഇതിൻ്റെ വ്യാപകമായിട്ട് എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇവ കാര്യങ്ങളെല്ലാം മുൻനിർത്തി നമ്മൾ ശരിക്കും ചർച്ച നടത്തുകയും അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യണം. ഈ റിസർച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്പം പിറകോട്ട് തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. അതിൽ ഈ ഏത് കാര്യങ്ങൾക്ക് നമ്മൾ പോയാലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്താണ്, റിസർച്ച് റിസൾട്ട് എന്താണെന്ന് പറയും. നമ്മുടെ റിസൾട്ടിൻ്റെ ഓർഗനൈസിങ് ദ റിസൾട്ടും റിസർച്ച് കണ്ടക്ടിങ് ഓഫ് റിസർച്ചും മറ്റ് സാധാരണ രീതിയിലുള്ള റിസർച്ചുമായിട്ട് സ്വല്പം വ്യത്യാസമുണ്ട്. പക്ഷെ അത് നമ്മൾ കൺവിൻസ് ചെയ്യണം. അതായത് നമ്മൾ ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് തന്നെയാണെന്നും അതിൽ നിന്നുള്ള റിസൾട്ട് ഇതാണെന്നുള്ളത് നമുക്ക് ധാരാളം ഇപ്പോൾ തന്നെ ഫീൽഡിൽ നിന്നും ധാരാളം ഡേറ്റാസ് കിട്ടാറുണ്ട്. നമ്മൾ IFPH ഡിസ്കഷനൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഫീഡ്ബാക്ക്, ഇന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ക്യൂർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. നമുക്ക് കഴിഞ്ഞ ദിവസം പിന്നെ കോവളത്ത് നടന്ന ഡിസ്കഷനിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് ഒരു ക്യൂർ എന്നുള്ള രീതിയിൽ ആ കൺസെപ്റ്റ് പോലും ശരിക്കും എനിക്ക് തോന്നുന്നത് ഹോമിയോപ്പതിയിലേ ഉള്ളെന്ന് തോന്നുന്നു. മറ്റേതെല്ലാം ചികിത്സിക്കുക വിടുക എന്നുള്ള രീതിയിലാണ് മറ്റുള്ള അലോപ്പതിയിലൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ അതിനൊക്കെ ഒരു ഫോക്കസ് കൊടുക്കണം. അപ്പോൾ അതിന് ഫീൽഡിൽ നിന്ന് തന്നെ ധാരാളം ഡേറ്റാസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഡിസ്പെൻസറിയിൽ പോലും അത് ശരിക്കും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഈ ഡിസ്കഷനൊക്കെ നടക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ആൾക്കാരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ശരിയാണ്. അത് ആ രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്യണം. അങ്ങനെ ഈ ടോട്ടലായിട്ടുള്ള ഈ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളൊരു പഠന റിപ്പോർട്ടെന്നോ പ്രപ്പോസലെന്നോ പ്രോജക്റ്റ് പ്രപ്പോസലെന്നോ പേര് സാങ്കേതികമായിട്ട് പല പേരും പറയാം. അതായത് നമ്മുടെ വിഷനോടുകൂടി ഇന്നത്തെ സ്ഥിതിയിൽ നിന്നും അവിടെ വിഷൻ രീതിയിൽ മുമ്പോട്ട് പോകാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, അതിനുള്ള കാലം, അതായത് അതിൻ്റെ ഒരു ഫേസ്ഡ് മാനർ, എല്ലാം ഒറ്റയല്ല, എന്നാലും ഫേസ്ഡ് മാനറിൽ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ആ ടാർഗറ്റിൽ അല്ലെങ്കിൽ ഗോളിൽ എത്താൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പഠനം തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മുടെ വിദഗ്ധരായ ആൾക്കാർ നമ്മുടെ IFPH തന്നെ നമ്മൾ ഡിസ്കഷൻ നടത്തുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇൻ്റർനാഷണൽ ലെവലിലും നമ്മുടെ കേരളത്തിൽ തന്നെയും വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ആൾക്കാരുണ്ട്. അവരുടെ പൊട്ടൻഷ്യാലിറ്റിയുടെ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മുമ്പോട്ട് പോകാൻ. രജികുമാർ അതിൻ്റെ ശരിക്കുള്ളൊരു റോഡ് മാപ്പ് തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴിത്രയുണ്ട്, ഏതുമാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, എന്തുകൊണ്ടാണ് നമ്മൾ പോകാത്തത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. നന്നായിട്ട് പറഞ്ഞു, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഞാനിതെക്കുറിച്ചും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ശരിക്കും ഈ രജികുമാറിനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർവീസ് കൂടെ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു സംഗതി കേരളത്തിന് ബൃഹത്തായ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഹോമിയോപ്പതിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പാടാത്തൊരു ചുമതല തന്നെയാണത്. എന്നാൽ ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്നവരും അത് ജനത്തിനെ സ്നേഹിക്കുന്നവരുമാണ്. അതാണ് ജനങ്ങളുടെ സർവീസാണല്ലോ ഇത്. ശരിക്കും പറഞ്ഞാൽ ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഹോമിയോപ്പതിയും മറ്റു ചികിത്സാ രംഗങ്ങളും ഒക്കെ. ഇത് നമ്മൾ ഹോമിയോപ്പതിയെ ഒരു കോംപ്ലിമെൻ്ററി പില്ലർ ആയിട്ട് ബഡ്ജറ്റിൽ അത് കാണുന്നില്ല നോക്കുമ്പോൾ. അവരൊരു സപ്ലിമെൻ്ററി, ഒരു പെരിഫറൽ സിസ്റ്റം
എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് വായിച്ച് നോക്കിയിട്ട്. എനിക്ക് വളരെ അതുപോലെ ഒരു ചില IAS ഓഫീസേഴ്സുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴും അവർ ഇതേ അഭിപ്രായം പറഞ്ഞു. ശരിയാണ്, അതിൻ്റെതായ ഫോക്കസ് കിട്ടിയിട്ടില്ല, ശരിയായ രീതിയിൽ അതിനെ കൊണ്ടുവരേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് അതെല്ലാം സംബന്ധിച്ച് പോട്ടെ. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ചുമതല ശരിയായിട്ട് നിർവഹിക്കുകയും ഇതുപോലെ ഒരു ഡോക്യുമെൻ്റ് എപ്പോഴും ഉണ്ടാകുകയും അത് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിന് നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ മുമ്പോട്ടെടുക്കാം. അതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോലും ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ അതിനെ നമ്മളെ പിന്നെ സഹായിക്കാൻ മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ ലോകത്തുള്ള ഏത് രാജ്യങ്ങളെടുത്താലും ആയുഷ് മിനിസ്ട്രി എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണുള്ളത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും അതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ടും അങ്ങനെയുള്ള അവിടെ അഡ്വൈസറി മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അഡ്വൈസറീസൊക്കെ നമ്മുടെ ഇവിടെ വരാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ സഹായം കൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ച്. അപ്പോൾ ആ രീതിയിൽ ഒരു എഫർട്ട് നമ്മൾ എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഡിസ്കഷനിൽ നടക്കട്ടെ. റജികുമാറിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇത് ഓർഗനൈസ് ചെയ്ത നമ്മുടെ ഡോക്ടറെ, മോഡറേറ്റർ, അതെന്നും പുതിയ ഏരിയ കണ്ടുപിടിക്കാനും പുതിയ ആൾക്കാരെ നമ്മളെയൊക്കെ പെസ്റ്റർ ചെയ്യുന്നത് പറയുന്നില്ല, ഒരു പോസിറ്റീവായിട്ട് പറയുകയാണ്. ആളെ പിടിച്ചുകൊണ്ട് വന്ന് ശരിയായിട്ട് നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഐ കൺഗ്രാജുലേറ്റിംഗ്, ഐ അപ്രീഷിയേറ്റ് ഹിസ് എഫേർട്സ്. ആൻഡ് അതിലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു എഫർട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മിസ്. നന്ദി സാർ. വളരെയധികം ഈ പറഞ്ഞ ഉയർന്ന സ്ഥാനങ്ങളിൽ വഹിച്ചുള്ളവർക്ക് അറിയാൻ വ്യത്യാസം അറിയാം. സാറിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ശരിക്കും പറഞ്ഞാൽ കുതിരയെ വണ്ടിയുടെ മുമ്പിൽ തന്നെയാണ് കെട്ടേണ്ടത്. ഈ ഒരു കാര്യമാണ് എല്ലാവരും ഓർക്കേണ്ടത്. എന്തായാലും ഇപ്പൊ റജീവ്കുമാർ എന്ന വ്യക്തി ഹോമിയോപ്പതിയിൽ ഉണ്ടെന്നും അപ്പൊ പരീത് സാറിന് ഒരുപാട് ഈ ഉന്നതങ്ങളിലൊക്കെ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റജീവ്കുമാറിനെ കുറിച്ചുള്ള ഒരു 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 റെഫറൻസ് നടത്തി തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഗുണം ചെയ്യുന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ സന്തോഷം. അപ്പോൾ ഇതിനെ ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ റിസർച്ച് വർക്ക് ശരിക്കും ഉണ്ട്, അങ്ങനെ ഇപ്പൊ നടക്കുന്നുണ്ട് സാർ. ഇപ്പോൾ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് അവർ വേറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ജസ്റ്റിസ് ഹരിഹരൻ നായർ സാർ എന്നോട് ചോദിച്ചു ഇത് ഏതുവരെ എന്നുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ ഹോമിയോപ്പതിക്ക് പുറത്തുള്ള ആൾക്കാർ വളരെ അലേർട്ടാണ്, അവെയറാണ്. നമ്മുടെ കൂടുതലുള്ള എത്ര പേര് അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ കുറെ പേര് തിരക്കി ഏതുവരെ ആയെന്നുള്ളത്. സാർ എന്നോട് ചോദിച്ചു ഞാൻ ഉണ്ടായിട്ടുള്ള ഏതുവരെ ആയിട്ടുണ്ട്, എത്ര പ്രപ്പോസൽ വെച്ചു സാർ ചോദിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ ഇറക്കി. ഞാനത് പല ഗ്രൂപ്പിലും ഇട്ടു, പലരും കണ്ടായിട്ട് മേടിച്ചില്ല. പക്ഷെ ഹരിഹരൻ നായർ സാർ അപ്പോഴേ റെസ്പോണ്ട് ചെയ്തു, വളരെ നന്നായിട്ടുണ്ട്, ഇതൊക്കെയാണ് ആവശ്യം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹോമിയോ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ അണ്ടർ യൂട്ടിലൈസ്ഡ് ബ്രെയിൻസ് ആണ്, അതിനെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. തന്നെ ഡോക്ടറെ രജികുമാർ ഡോക്ടർ ഇന്ന് ഈ വേദിക്ക് സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, നമ്മൾ വളർന്നു വന്ന വഴികൾ, ഇനി നാം എങ്ങോട്ട്, ഇതെല്ലാം കാണിക്കുന്ന നല്ലൊരു ദിശാബോധത്തോടു കൂടിയുള്ള ശരിക്കും ഒരു ധനകാര്യമന്ത്രി എങ്ങനെയാണോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അതേ രീതി നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. ഹോമിയോപ്പതി വളരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും കേൾക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രസന്റേഷനാണ് റജികുമാർ ഡോക്ടർ ഈ വേദിക്ക് തന്നത്. കാരണം നമ്മളെല്ലാവരും എപ്പോഴും പറയും, നമ്മൾ ഹോമിയോപ്പതിക്കാരെ എല്ലാവരും തഴയുകയാണ്, ആർക്കും ഹോമിയോപ്പതിക്കാർക്ക് ഒന്നും ചെയ്യുന്നില്ല, അത് ഏത് ഗവൺമെൻറ് വന്നാലും ഉള്ളതൊക്കെ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഓരോ പ്രാവശ്യവും 10 രൂപയെങ്കിലും 10 രൂപ എല്ലാ ഗവൺമെൻറ്റുകളും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂടിക്കൂടി ഈ കഴിഞ്ഞ 70 വർഷത്തിനിടയിലാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത്. ഇപ്പം 1000 ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഇത് വളർന്നു. പക്ഷേ ഇതിൽ പറഞ്ഞ പോലെ 6 രൂപ മുടക്കിയിട്ട് 30 രൂപ അല്ലെങ്കിൽ 40 രൂപ തിരിച്ചു കൊടുക്കുന്ന, അതായത് മുടക്കുന്നതിൻ്റെ ഏകദേശം 6 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന ഒരു സാമ്പത്തിക മേഖല കൂടിയാക്കി ഹോമിയോപ്പതിയെ മാറ്റി എന്നുള്ളതാണ്. പക്ഷേ എന്ന് മാത്രമല്ല, നമ്മളുടെ ചികിത്സ കഴിഞ്ഞ ഒരു രോഗിക്കും പോസ്റ്റ് കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, മറ്റേതെല്ലാം ലൈഫ് ലോങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രോഗികൾ പൊതുവെ വിചാരിക്കുന്നത് ഇത് പുതിയ രോഗമാണ്,
ഡോക്ടർമാർ അങ്ങനെയാണോ, ഇനി നിങ്ങൾ പോയി നെഫ്രയെ കണ്ടോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു രോഗം വന്നു, അതിന് ഞാൻ ചികിത്സിക്കുന്നു. യഥാർത്ഥത്തിൽ അവരറിയുന്നില്ല ഇത് ഇതിന് മുമ്പുണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെന്ന്. ഇവിടെ നമുക്ക് അതുപോലും ഇല്ലാതെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ വസ്തുക്കളൊക്കെ മുന്നോട്ട് കാണിക്കുവാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ കുറെ കൂടി വിജയിക്കും. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ തന്നെ പറയുകയുണ്ടായി, നമ്മളെല്ലാവരും ധരിച്ചിരുന്നത് ബഡ്ജറ്റിൽ മെഡിക്കൽ അലോപ്പതിക്ക് ഇത്ര കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് മെഡിക്കൽ വിദ്യാഭ്യാസം കൂടി എന്നാണ്. പക്ഷെ അതല്ല, രണ്ടിനും സെപ്പറേറ്റ് ആണെന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ ഇവിടെ കാണിച്ചു. നമുക്ക് ഹോമിയോപ്പതിക്കോ എല്ലാം കൂടി ഒരു ചുരുക്കി ഒരു തുകയിൽ ഒതുക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. ഇത് രണ്ടും ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും രണ്ടും രണ്ട് ഈ പ്രൈവറ്റ് ഡോക്ടർമാരും സർക്കാർ ഡോക്ടർമാരും രണ്ട് തട്ടിൽ എന്ന് പറയുന്ന പോലെ ഒരു മൂന്നാമത്തെ തട്ടിലോട്ട് പോകുന്നത്. അപ്പം അത് മാറണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഒരു ഐക്യമുണ്ടാകണം, ഒരു യൂണിറ്റി ഉണ്ടാകണം. അതിൽ കൂടുതൽ ഈ പ്രാക്ടീസുള്ള ഡോക്ടർമാർ ഈ മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചേരണം. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ റിസർച്ചിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കൂടുതൽ പണം മുടക്കണം. നമ്മൾ ഈ റിസർച്ച് നടത്തണം എന്ന് പറഞ്ഞാൽ ആര്, എവിടെ, എങ്ങനെ എന്നുള്ളതിന് വലിയ പ്രസക്തിയുണ്ട്. ആ പോയിന്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും പറ്റണം. അതായിരിക്കണം നമ്മുടെ വികസന പദ്ധതിയിൽ നമുക്ക് മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഹോമിയോപ്പതി തട്ടിപ്പാണെന്ന് പറഞ്ഞെടുത്തൊക്കെ ഇന്ന് ഹോമിയോപ്പതി തട്ടിപ്പല്ലെന്ന് സ്ഥാപിക്കാൻ നമ്മൾ പ്രൈവറ്റ് ഡോക്ടർമാർക്ക് വീഡിയോസ് വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പലതും. പക്ഷേ അതല്ലല്ലോ, നമുക്ക് വേണ്ടത് ശാസ്ത്രീയമായ തെളിവുകളാണ്. അപ്പോൾ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലൂടെ തന്നെ നാം കൈവരിച്ച നേട്ടങ്ങൾ ഓരോ ഹോമിയോപ്പതി ഡോക്ടർക്കും സർക്കാർ മേഖലയിലുള്ള ഡോക്ടർമാരാണ് അത് ചെയ്യുന്നെങ്കിലും നമുക്ക് എല്ലാ ഡോക്ടർമാർക്കും അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം അത് വെൽ ഡോക്യുമെന്റഡ് ആണ്. അതിൻ്റെ ടിപ്പിക്കൽ റിസർച്ച് വർക്ക് അതിനകത്ത് നടക്കുന്നുണ്ട്. ആ റിസർച്ച് വർക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി തട്ടിപ്പാണെന്ന് ഇനി ഒരു മനുഷ്യനും പറയില്ല. എന്ന് മാത്രമല്ല, ഈ ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ട് ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ. അപ്പോൾ സ്കോപ്പ് ഓഫ് ഹോമിയോപ്പതിയുടെ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ്സ് മുന്നിൽ വെക്കുമ്പോൾ ഇവിടെ IFBH എന്നോ ISK എന്നോ IHMA എന്നോ അങ്ങനെയുള്ള വേർതിരിവില്ലാതെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ രീതിയിൽ ആവശ്യപ്പെട്ടാൽ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ആൾക്കാരും പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ട പല നേട്ടങ്ങളും കിട്ടാതെ പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ റിസർച്ച് എന്ന് പറയുന്നത് മാത്രം CCRH അങ്ങനെയുള്ള അതിന് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ആകപ്പാട് ആയുഷ് ഫണ്ടുകളാണ്. അതുപോരാ, എല്ലാ ജില്ലകളിലും സംസ്ഥാന ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ആയുഷ് മേഖലയിലും ഒരു റിസർച്ച് ടീം ഉണ്ടാകണം. അതിന് ഈ ആയുഷ് സംവിധാനത്തെ കോർത്തിണക്കുന്ന ഒരു കണ്ണിയായിട്ട് കേരള ഗവൺമെൻറ്റിലെ ഡോക്ടർമാരും ഡിപ്പാർട്ട്മെൻറ്റും ഒത്തൊരുമിച്ചാൽ നമുക്ക് എല്ലാ ജില്ലയിലും റിസർച്ച് വർക്ക് നടത്തി അതിനായിട്ട് പ്രത്യേക ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് മേടിക്കാൻ പറ്റും. കാരണം ഇവിടെ MP-മാരുടെയൊക്കെ ഒത്തിരി ഫണ്ട് വേസ്റ്റായി പോകുന്നുണ്ട്. കാരണം പ്രപ്പോസൽ വെക്കാൻ ആളില്ല. അപ്പം പ്രപ്പോസൽ വെക്കുന്നതിന് റെജികുമാർ ഡോക്ടറെ പോലുള്ള ആൾക്കാർ മുന്നിട്ട് വന്ന് ഇതൊന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഹോമിയോപ്പതി വളരെ തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അത് ഇത്ര പറഞ്ഞാലും പോരാ. 100 അഭിനന്ദനങ്ങൾ. ശരി. ഓക്കെ തന്നെ ഡോക്ടർ. അപ്പം ഹരി സാറിനോട് ചോദിച്ചു, സാർ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രപ്പോസൽ വെക്കണം, നമ്മൾ ഏത് ഘട്ടത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നാണ് സാറിന്റെ അഭിപ്രായം? നമ്മൾ എവിടെ നിൽക്കുന്നോ ഇവിടെ തുടങ്ങണം. അതല്ല സാർ, അങ്ങനല്ല. അതായത് ഇപ്പം നമ്മള് ബഡ്ജറ്റ് ആ മാനുവൽ പറഞ്ഞില്ല, ജൂലൈ മാസത്തിൽ നിന്നാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചർ തുടങ്ങി, ഇങ്ങനെയാണ് ആയിട്ട് വന്ന് ബഡ്ജറ്റ് പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള പ്രപ്പോസൽ ഏത് സ്റ്റേജിൽ നിന്നാണ് തുടങ്ങേണ്ടത് സാറിന്റെ സജഷൻ? തുടക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങണം. അത് നമ്മുടെ ഇപ്പോഴത്തെ ഫെസിലിറ്റിയെക്കുറിച്ച് ആദ്യമായിട്ടൊരു സ്റ്റഡി പോലെ ഉണ്ടായിരിക്കണം. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ റിക്വയർമെൻറ്റും അതിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ്സൊക്കെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രപ്പോസ് തയ്യാറാക്കാൻ. അത് എത്രയും പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കണം. അപ്പം ബഡ്ജറ്റിൻ്റെ തലേ ദിവസം ഇത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ കൂട്ടി. ഇപ്പം ഈ ബഡ്ജറ്റ് കഴിഞ്ഞല്ലോ, അത് പോട്ടെ. ഇനി അടുത്ത ബഡ്ജറ്റിന് മുമ്പ് ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്യുമെന്റ് ശരിയായിട്ട്
വരുത്തുകയും അതൊരു പ്രസൻറ്റേഷൻ നല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ പോളിസി മേക്കേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. എന്നാൽ അവർക്ക് ഈ ബഡ്ജറ്റിൻ്റെ ഒക്കെ സമയത്ത് ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ അവർക്കൊരു ഐഡിയ ഒന്നുമില്ല. നമ്മളെന്തെങ്കിലും ഒരാൾ രണ്ടുപേര് എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രമാണ് അവിടെ ഉള്ള മനസ്സിലായത്. പല MLA-മാരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ അവർക്കൊരു ക്ലിയർ ഐഡിയ ഇല്ല. അപ്പം നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാക്കുകയും അത് ഡോക്യുമെൻ്റായിട്ട് അവർക്ക് കയ്യിൽ കൊടുക്കുകയും വേണം. അത് എത്രയും പെട്ടെന്ന് തുടങ്ങുക. ഇപ്പം തന്നെ തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തന്നെ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോഴേ റെജി ഈ സാറ് ഡോക്ടർക്ക് പറഞ്ഞല്ലോ, ഈ പോളിസി മേക്കർ എന്ന് പറഞ്ഞല്ലോ, അതിലേറ്റവും ഒരു പിവട്ടൽ റോളിലുള്ള ആരാണ് സാർ? പോളിസി മേക്കേഴ്സ് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ആണല്ലോ ശരിക്കും. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മിനിസ്റ്റർമാരൊക്കെ പോളിസി മേക്കേഴ്സാണ്. അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഉണ്ട്, ഹയർ ഓഫീഷ്യൽസ് ഉണ്ട്. അതുണ്ട്. അതെ, ഹയർ ഓഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ് സെക്രട്ടറിമാർ കേന്ദ്രത്തിലാണെങ്കിലും അവരാണ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ. ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇത് മനസ്സിലാക്കിയാൽ ശരിക്കും ഇതിൽ അതൊക്കെ വെളിയിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ ബ്രെയിനൊക്കെ അവർ തന്നെയാണ്. അവരെ അതെ 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 സെക്രട്ടറി തലത്തിലാണ് ശരിക്കും നിന്ന് അവരെ അവയർനെസ് ഉണ്ടാക്കേണ്ടത്. ശരിക്കും അവരെ നമ്മൾ ലോബിങ് എന്നോ വേറെ എന്ത് പേര് പറഞ്ഞാൽ ഇതൊക്കെ അല്ല, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ റിക്വയർമെൻറ്റ് എന്താണ്. പല IAS ഓഫീസേഴ്സും ഈ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെളിയിൽ അവർ സമ്മതിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഡോക്ടർ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറാണ് സാർ. ആയുഷിന്റെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർ രജികുമാർ. അപ്പം രജികുമാറിന് ശരിക്കും ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ കാണും. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അതായത് പൾസ് പോലും അറിയാൻ പറ്റും. അതായത് ഹൈ ലെവലിലുള്ള പൾസ് കൂടെ മനസ്സിലാക്കണം ഇതിന്. ആ പൾസ് പോലും അദ്ദേഹത്തെ അറിയാമെങ്കിൽ നല്ലൊരു ബ്രെയിനാണ്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിനകത്ത് വേറെ അഭിപ്രായമേ ഇല്ല. തീർച്ചയായിട്ടും രജിയുടെ പിന്നെ ബ്രെയിൻ ഉപയോഗിക്കണം, ഇതിൻ്റെ എഫർട്ട്സ് ഉപയോഗിക്കണം, അവരുടെ ഇൻറ്റൻഷൻ ശരിക്കും അത് നമുക്ക് ഫയർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ വേണം കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. ഓക്കെ, എബ്രഹാം ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ കുറച്ച് വർഷം മുമ്പേ നമ്മുടെ ഈ ബഡ്ജറ്റിനെ നമ്മൾ ശരിയാത്ത കാര്യമായിട്ട് കൊടുത്താലേ അതിനെക്കുറിച്ചുള്ള ഇത് കിട്ടത്തുള്ളൂ. ഏറ്റവും പരാജയം ഇതിന് ഹോമിയോപ്പതിയെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നേരെ കുറച്ച് മോഡേൺ മെഡിസിനിലൊക്കെ എക്സ്പെർട്സ് ഡോക്ടർ ഇതിന് പ്രത്യേക വിജ്ഞതനുണ്ട്. ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് പരിഹാരമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ സണ്ണി ജേക്കബ് ഡയറക്ടറായിട്ടിരുന്നപ്പോൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് കൊണ്ടുവരാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള സാധ്യത ആരാഞ്ഞുകൊണ്ടിരുന്നു. അതിന് ചെറിയ വർക്കുകളൊക്കെ ചെയ്തു. പക്ഷേ ഇഷ്ടപ്പെടാത്ത ക്ലർക്കുമാരും ഡോക്ടർമാരെല്ലാം ചേർത്ത് അത് അട്ടിമറിച്ച് കളഞ്ഞു. അപ്പം ഈ നല്ല പ്രൊപ്പോസൽ കൊടുക്കണമെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യണം. നമ്മുടെ കുഴപ്പം തന്നെയാണ് നമുക്ക് ബഡ്ജറ്റിലൊന്നും കണ്ടു കിട്ടാത്തത്. എന്തോ ഭാഗ്യം കൊണ്ട് ഇത്രയും കിട്ടുന്നു എന്ന് മാത്രം. അപ്പം അതിന് നമ്മൾ ഇവിടുത്തെ IFPH തയ്യാറാക്കി കൊടുത്താൽ ആരും അംഗീകരിക്കുന്നത് ഡയറക്ടർ ലെവലിൽ പോകണം. അതിന് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അതിന് സന്നദ്ധരായിട്ട് അല്ലെ അതിനെ ഉൾക്കൊണ്ട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോയാലേ എന്തെങ്കിലും നടക്കും. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഡോക്ടർ ഒരുപാട് കാലം ഡിപ്പാർട്ട്മെന്റ് ഇരുന്ന ആളാണ്. ഒരുപാട് തരം കാര്യങ്ങൾ ഇടപെട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഡോക്ടർ നിർദ്ദേശം കൊണ്ട് അതുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ മെഡിക്കൽ ടൂറിസം, നോളജ് എക്കണോമി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ചർച്ചയോട് നമുക്ക് വെക്കേണ്ടതുണ്ട്. പരീത് സാർ വീണ്ടും തയ്യാറാവുന്ന പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോളജ് എക്കണോമി അടുത്ത ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് കാണും. നമുക്കറിയാം, പുരാണ ഇന്ത്യയിൽ നളന്ദ, തക്ഷശില ഇടങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാരമ്പര്യത്തെ ഉപയോഗിച്ചിട്ട് ഹോമിയോപ്പതി പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യയാണെന്ന് നമുക്കറിയാം. ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഷബീർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? മനോജ് സാറെ, ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഈ ഫണ്ട് കുറവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ 2024-25 ഒരു വലിയ കാര്യം സംഭവിച്ചു. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഈ പെർസെന്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ 24-25 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും.
ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻഡിച്ചർ 157%. അതായത് കിട്ടിയ ഫണ്ട് കൂടാതെ നമ്മൾ അഡീഷണൽ ഫണ്ട് കൂടെ വാങ്ങിച്ച് ചെലവഴിച്ചു. അതേസമയം ഹെൽത്ത് സർവീസിന്റെ 128%, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം 100%-ന് താഴെയായിരുന്നു. Yes. അപ്പൊ നമ്മള് എത്രമാത്രം നമ്മൾ ഫണ്ട് നമുക്ക് കൂടുതൽ ചോദിച്ച് എക്സ്പെൻഡിച്ചർ ആക്കാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ ഇതിന്റെ കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. കിട്ടിയ ഫണ്ട് വെച്ച് നമ്മൾ ഇത് ഇരിക്കാതെ സപ്ലിമെന്ററി ഡിമാൻഡ് പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളതും നമ്മൾ ഇനി വരും വർഷങ്ങളിൽ ചെയ്യേണ്ടി വരും. ബഡ്ജറ്റ് ഔട്ട്ലേ മാത്രമല്ല, അഡീഷണലി നമുക്ക് സ്കോപ്പ് ഉണ്ട്. അങ്ങനെയും ചിന്തിക്കേണ്ടത്. Okay. Thank you for valuable information. Yes. ഷഫീഖ് ഡോക്ടറെ, ആ കേൾക്കാമോ? പറയൂ. നമ്മളും പലരെയും കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അലോപ്പതിക്കാര് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസറിന് ഇത്ര, പിന്നെ സ്റ്റെറിലിറ്റിക്ക് ഇത്ര എന്ന് പറഞ്ഞ് നമ്മൾ ആ രീതിയിലുള്ള പ്രപ്പോസൽസ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ എബ്രഹാം വൈദ്യൻ ഡോക്ടർ പറഞ്ഞ പോലെ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതിപ്പോ എല്ലാം കൂടെയാണ് ഹോമിയോപ്പതിക്ക് ഒറ്റ ഇതായിട്ട് തരുന്നത്. അങ്ങനെ അല്ല, ഞങ്ങളിലും ഇങ്ങനെയുള്ള രീതിയിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അതിന് നമ്മൾ സാർ പറഞ്ഞ പോലെ റിസർച്ചുകളും ഭാഗത്തിൽ വരും. അപ്പൊ ഇപ്പം ക്യാൻസർ സെന്ററിൽ എന്തൊക്കെ, ക്യാൻസർ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണമെന്നുള്ളത് അതിന്റെ എക്സ്പെർട്സ് പറയുക, സ്റ്റെറിലിറ്റി ക്ലിനിക്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് അതിന്റെ എക്സ്പെർട്സ്, അങ്ങനെ രീതിയിൽ പ്രപ്പോസൽസ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഫണ്ടുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അലോപ്പതിക്കാർ ചെയ്യുന്നത് അവർക്ക് ഒരു ഇതിനു വേണ്ടിയല്ല, പല ഇതിനും ക്യാൻസറിന് ഇത്ര, മറ്റ് ഓരോ ഡിസീസ് ബേസിൽ വരെ അവര് ഫണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിയിൽ അവരെ പോലെ അവരെ കണ്ടുപഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരുപാട് ഇതുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, RCCയിൽ പോകുന്നവർ, പിന്നെ നമ്മളൊരു പറച്ചിലുണ്ട്, അതും കൂടെ മാറ്റണം. നമുക്ക് ഇവിടെ വന്നാൽ വെറും 50 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അതേസമയം RCC പോകുന്ന രോഗികൾ ലക്ഷങ്ങൾ മുടക്കിയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പൊളിറ്റീഷ്യൻസ് വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 50 രൂപയിൽ ക്യാൻസർ ഹോമിയോയിൽ കുറയും, മറ്റിടത്ത് പോയാൽ 50 ലക്ഷം ഉണ്ടെങ്കിലേ കുറയും. ആ ഒരു ചിന്തകളും കൂടെ മാറ്റണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഫാക്ട് അതായിരിക്കാം, പക്ഷെ എങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മളതും ചിലവ് കുറഞ്ഞ ചികിത്സ അല്ല, ചിലവ് ഉള്ളത് തന്നെയാണ്. അതിന് ഇന്ന ഫെസിലിറ്റീസ് ഉണ്ടാവണം. കാരണം നമുക്ക് അവിടെ ക്യാൻസർ പേഷ്യൻസിന് ഇപ്പം കുറേയൊക്കെ അവിടെ ഇപ്പം വണ്ടൂർ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള ജില്ലകൾ, ഒന്നുമില്ലെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, അവിടെ അങ്ങനെ ഓരോ സെന്റേഴ്സ് തരണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രപ്പോസൽ എന്തുകൊണ്ട് വെച്ചുകൂടാ? അവിടേക്കുള്ള റിസൾട്ടുകൾ പബ്ലിക്കിന് അവെയർ അല്ലേ? അവിടെയുള്ള MLA മാരും എല്ലാം പറയുന്നുണ്ടല്ലോ ഇതിന് ഭയങ്കര റിസൾട്ടാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തരംതിരിച്ച് പ്രപ്പോസൽസ് വെക്കണം, എങ്കിലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം ഷഫീഖ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവണം. ഞാൻ അതാണ് വീണ്ടും എടുത്ത് പറയുന്നത്, എവിടെയൊക്കെ ഇതിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ടൂറിസം, നമ്മൾ അതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം IFPH വെച്ചിരുന്നു. അതുപോലെ നോളജ് എക്കണോമി, സ്പോർട്സ് മെഡിസിൻ, ഹോമിയോപ്പതി വളരെ സാധ്യതയുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് കൊടുത്ത് പലർക്കും കിഡ്നി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ കേരളത്തിൽ വ്യാപകമാണ്. നമുക്കതിന് ബദൽ, അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക് ഉപയോഗം കുറയ്ക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എപ്പിഡമിക് ഡിസീസുകൾ എങ്ങനെയാകും, അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പ്രപ്പോസൽസ് വെക്കുകയും വിദഗ്ധന്മാരെ ആൾക്കാരെ ഉപയോഗിച്ച് ചർച്ച നടത്തി ആ ചർച്ച ക്രോഡീകരിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ വാക്കിന് വിലയുണ്ടാവും. അങ്ങനെ ധാരാളം വ്യക്തികൾ കേരളത്തിലുണ്ട് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഹരി സാറിന് ലാസ്റ്റ് എന്താ കൺക്ലൂഡ് പറയാനുള്ളത് സാർ? ഇനി നാവടക്കോ പണിയെടുക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാലേ അതാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. അതെ, ഓക്കെ. ഹരിജീവ ഡോക്ടറെ എന്ത് പറയുന്നു? നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെയാണ് ഭരിത് പവർകാരൻ സാറും ഡോക്ടർ ധനേഷ് ഡോക്ടറും എബ്രഹാം വൈദ്യ ഡോക്ടറും ഷഫീഖ് ഡോക്ടറും ഒക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് സെക്ടർ തിരിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തോടുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസം വരുത്താൻ പറ്റും. ഹോമിയോപ്പതിക് മെഡിക്കൽ എഡ്യൂക്കേഷനും സെപ്പറേറ്റ് ആയിട്ട് ഫണ്ട് വരുന്നുണ്ട്, അതിൽ തന്നെ പ്രത്യേകം കോളേജിനും വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു സ്പെഷ്യാലിറ്റി വൈസോ അതല്ലെങ്കിൽ നമുക്ക് സെന്റർ കേന്ദ്രീകരിച്ചോ നമുക്ക് സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റിൽ ഫണ്ട് ആക്കുന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. റിസർച്ചിനും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഫണ്ടിങ് ആവശ്യമുള്ളതാണ്, അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമുള്ളതാണ്. നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം.
അതെ, ഉയരും ഞാൻ നാടാകെ, ഉയരും നമ്മൾ നാടാകെ എന്ന് പറയാം. എന്തായാലും ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. വളരെ വളരെ ക്രിയേറ്റീവായ ചർച്ചയായിരുന്നു. ദൗർഭാഗ്യകരമായ കാര്യം ഞാൻ പറഞ്ഞില്ല, പ്രമുഖരായ 3 നമ്മുടെ സംഘടനയിലെ വ്യക്തികളെ വിളിച്ചിരുന്നു. 3 പേരും ഒട്ടും പ്രതീക്ഷിച്ചത് തന്നെയാണ്, പങ്കെടുത്തില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ പറഞ്ഞ കണക്ക് അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയുവാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവത്തിലാണ് ഇവരൊക്കെ തോന്നുന്നു. സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം ഹനുമാൻ പറഞ്ഞ പോലെ ഗോഡ്സ് ഗിഫ്റ്റ് ആണ്, ദൈവത്തിന്റെ ഇച്ഛ നടക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത രജികുമാർ ഡോക്ടർക്കും പരീസ് സാറിനും മറ്റുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നാളെ ONV ഗ്രൂപ്പിന്റെ അനുസ്മരണ പരിപാടിയാണ്. എല്ലാവരും പങ്കെടുക്കണം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.